നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എസ്റ്റവായോ വില്യൻ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ബ്രസീലിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കളിക്കുമെന്ന പ്രതീക്ഷയിൽ ബ്രസീലുകാരിയ്ക്കുമ്പോൾ എനിക്കുറപ്പില്ല എന്ന് പറയുകയാണ് ചെൽസിയുടെ കോച്ച് കലും മക്ഫർലൈൻ. അവരുടെ ഇൻട്രിം കോച്ചാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എസ്റ്റവായോ ഫിറ്റ് ഫോർ വേൾഡ് കപ്പ്? മറുപടി, ഐ എം നോട്ട് ഷുവർ ഓൺ ദാറ്റ് ഇഫ് ഐ എം ഹോണസ്റ്റ്. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കൊരു ഉറപ്പുമില്ല. അവന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം, ഞങ്ങളുടെ മത്സരങ്ങൾക്ക്, ഈ സീസണിലെ ഞങ്ങളുടെ മത്സരങ്ങൾക്ക് അവൻ അവൈലബിൾ അല്ല, പരിക്കാണ്. പിന്നെ അവന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എനിക്കറിയില്ല അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നാണ് കലും മക്ഫർലൈൻ പറയുന്നത്. ചുരുക്കത്തിൽ ചെൽസി കൃത്യമായിട്ട് എസ്റ്റവായോട് ആവശ്യപ്പെട്ടത് സർജറിക്ക് പോകാനാണ്. പക്ഷേ എസ്റ്റവായോ അങ്ങനെ സർജറിക്ക് പോയാൽ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ സർജറി ഇല്ല, ബ്രസീലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തണം എന്നാണ് എസ്റ്റവായോ പറയുന്നത്. എന്നാൽ ചെൽസി ഇപ്പോൾ അതിന് വഴങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി ബ്രസീലിയൻ മാധ്യമം പുറത്തുവിടുന്നു. ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചെൽസി എസ്റ്റവായോക്ക് ബ്രസീലിലേക്ക് പോകാനുള്ള അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല. എസ്റ്റവായോയുടെ സ്റ്റാഫ് ഇംഗ്ലീഷ് ക്ലബിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിലേക്ക് മടങ്ങണം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ റിക്കവറി പീരീഡ് വളരെ ചുരുക്കി വേഗത്തിലാക്കാൻ വേണ്ടി, ആ ഒരു റിക്കവറി പാത്ത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്. പക്ഷേ അതിന് ബ്രസീലിലേക്ക് മടങ്ങണം. ചെൽസി ഈ വിഷയത്തിൽ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്രസീലിലേക്ക് പോയി റിക്കവറി എന്നുള്ളതിന്. ഇനിയിപ്പം സൺഡേയിലെ എഫ് എ കപ്പ് മത്സരത്തിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് അവർ പോയേക്കും എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഇംഗ്ലീഷ് ക്ലബ്ബ് എസ്റ്റവായോയുടെ സർജറി വേണ്ട എന്നുള്ള തീരുമാനത്തെ എന്തായാലും ഇപ്പോൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റിനായിട്ട് ബ്രസീലിലേക്ക് റിലീസ് ചെയ്യണം എന്നുള്ളതാണ് അവരിപ്പോൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലെയറും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച വീണ്ടും മീറ്റിംഗ് ഉണ്ട്, അതിലായിരിക്കും ഒരു ഫൈനൽ തീരുമാനം വരിക. ഇത് ബ്രസീലിലെ സ്പോർട്സ് മെഡിസിൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എന്ന കാഴ്ചപ്പാട് കൊണ്ട് മാത്രമല്ല എസ്റ്റവായോ നാട്ടിലേക്ക് മടങ്ങണം എന്ന് പറയുന്നത്. അവിടെ പോയാൽ ഫാമിലിക്കൊപ്പം നിൽക്കാം, CBFന് കൃത്യമായിട്ട് അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാൻ പറ്റും, ആഞ്ചലോട്ടിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റും, സ്ക്വാഡിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളതിന് കൃത്യത ലഭിക്കും. അതാണ് ബ്രസീലിലേക്ക് മടങ്ങുക എന്നുള്ളത് എസ്റ്റവായോ ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ പാൽമറാസിൽ ട്രീറ്റ്മെൻറ്റിന് വിധേയനാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെൽസി ഓക്കെ പറഞ്ഞാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ എസ്റ്റവായുടെ വേൾഡ് കപ്പ് പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ തുലാസിലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.